നേമത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ആസ്തിയിൽ വൻ വർധനവെന്ന് കണക്കുകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ കണക്ക് പ്രകാരം ആസ്തി 28 കോടി 9 ലക്ഷം രൂപയായിരുന്നു. ഇത്തവണ അത് 93 കോടി 12 ലക്ഷം രൂപയായി. 2 വർഷത്തിനിടെ ആസ്തിയിലുണ്ടായത് 65 കോടിയുടെ വർധനയാണ്. നികുതി അടയ്ക്കേണ്ട വരുമാനം 680-ൽ നിന്ന് 92 കോടി 91 ലക്ഷം രൂപയായും രേഖപ്പെടുത്തുന്നു. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനോട്. സനിസ, വലിയ വർധനവാണ് ചുരുങ്ങിയ സമയം കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ആസ്തിയിൽ ഉണ്ടായത്. എന്താണ് കണക്കുകൾ? അതെ അരുണ്യ, വലിയ വർധനവാണ് 2 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇദ്ദേഹത്തിന്റെ വാർഷിക മൊത്ത ആസ്തി 28.09 കോടി രൂപയായിരുന്നു. എന്നാൽ ഒരു 2 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ഉണ്ടായിരിക്കുന്നത് 65 ലക്ഷം കോടി രൂപയുടെ 65 കോടി രൂപയുടെ ഒരു വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മൊത്ത ആസ്തി 93.2 കോടി രൂപയാണ്. അത്രയും വലിയ ഒരു മാറ്റമാണ്. 65 കോടി രൂപയുടെ വലിയ ഒരു ഉയർച്ചയാണ് വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ വാർഷിക വരുമാനത്തിലും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന്റെ 2022-23 വാർഷിക വരുമാനത്തിൽ നികുതി വിധേയനായിട്ട് അടച്ച തുക 680 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 91 ലക്ഷം രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. വലിയ രീതിയിൽ അസാധാരണമായിട്ടുള്ള ഒരു കുതിപ്പ് തന്നെയാണ് ഈ 2 വർഷത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിൽ നിന്നും ഇപ്പോൾ ഇതാ നേമത്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോകുന്ന സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരിക്കുന്നത് കോടികളുടെ കുതിപ്പ് തന്നെ എന്ന് പറയാം. കൂടാതെ ഈ നികുതി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ 680 രൂപയിൽ നിന്നും ലക്ഷങ്ങളിലേക്കാണ് അത് മാറിയിരിക്കുന്നത്. അത്തരത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു വളർച്ച. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ പൊതുമധ്യത്തിൽ ഉള്ളതാണ്. എങ്കിൽ പോലും അസാധാരണമായിട്ടുള്ള ഒരു വളർച്ച. NDAയുടെ സ്ഥാനാർത്ഥി മാത്രമല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. അത്തരത്തിൽ ഈ 2 വർഷത്തിനിടയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വരുമാനത്തിൽ ഉണ്ടായത് അസാധാരണമായിട്ടുള്ള വളർച്ച എന്നാണ് ഇപ്പോൾ നേമത്ത് മത്സരിക്കുമ്പോൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലൂടെ. ഇന്നലെ ആയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആ സത്യവാങ്മൂലത്തിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ, കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുണ്യ. ശരി, സനിസ ശോഭയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.